വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വരഞ്ഞു വെച്ചിരിക്കണ ആവോലി മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കണം. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരട്ടി എടുത്തു വയ്ക്കാം. ഇത് ഞാൻ ചെയ്യണത് തലേദിവസം തന്നെയാണ് ഇതിങ്ങനെ പരട്ടി വെക്കണം. പിറ്റേ ദിവസമാണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് പരട്ടിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതല്ല അന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് തിരുമ്മി മാറ്റി വയ്ക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ 1 കിലോ മീനിൻ്റെ കണക്കാണ് കേട്ടോ പറയണത്. ഇനി നമ്മൾ ഇത് വറുത്തെടുക്കണം ആദ്യം തന്നെ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ മീനുകൾ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. അധികം മൂപ്പിക്കേണ്ട, ഒരു ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 മിനിറ്റ് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഈ മീനുകളെല്ലാം വറുത്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതൊരു 2-3 പൊട്ടായിട്ട് മുറിച്ചിട്ടത്, ഒരു 8 ഗ്രാമ്പു, ഒരു 4 ഏലക്ക ഇത്രയൊക്കെ ഇട്ടിട്ട് അത് നന്നായി ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു 5-6 പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ടിട്ടിട്ട് മൂപ്പിക്കുക. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 4 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. നന്നായി മൂത്ത് വരട്ടെ. നല്ല നിറം മാറി വരണോട് കൂടിയിട്ട്, എളുപ്പത്തിന് നിറം മാറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നിറം മാറി വരണോട് കൂടിയിട്ട് നമുക്ക് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തള വരണോട് കൂടിയിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഈ സമയം ഉപ്പ് ഇനി വേണം ഉപ്പെന്നുണ്ടെങ്കിലൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് ഈ മീനിൽ ഈ തേങ്ങാപ്പാലിൻ്റെ ഈ കൂട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് അടച്ച് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തള വന്നിട്ടുണ്ടാവും. ആ തള വരുമ്പോൾ നമ്മൾ 1/4 പാൽ, 1 കപ്പ് 1.5 കപ്പ് 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. അതോട് കൂടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫിഷ് മോളി റെഡി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.